നമുക്ക് നല്ലൊരു നാടൻ കോളിഫ്ലവർ കറി ആയാലോ, എല്ലാവർക്കും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സവാള, പിന്നെ ക്യാപ്സിക്കം, അതുപോലെ തക്കാളിപ്പഴം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും ഉപ്പും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഈ കോളിഫ്ലവർ ഇട്ട് വെക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ പുഴുക്കളോ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്, പിന്നെ കെമിക്കൽസിൻ്റെ ഒന്നും ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളത് പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് അതിൻ്റെ തണ്ട് നമ്മൾ കട്ട് ചെയ്തായിരുന്നു. അത് കട്ട് ചെയ്യാത്തവരും ഉണ്ട്, പക്ഷേ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തായിരുന്നു. എന്നിട്ട് അതിന് ഒരു മസാലക്കൂട്ടി മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വഴട്ടാനുള്ള സാധനങ്ങൾ കടുക് വറുത്തിട്ട് അതിലേക്ക് സവാളയും പച്ചമുളകും പിന്നെ നമ്മുടെ ക്യാപ്സിക്കം എല്ലാം അത് വഴട്ടാനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കോളിഫ്ലവർ വറക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കറിയാണെന്ന്. അതിലേക്ക് നമ്മൾ ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും തൈരും കൂടെ ചേർത്തിട്ട് ഇതിലോട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ നമ്മളൊന്ന് പുരട്ടി വെക്കണം. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് നമ്മൾ ലോ ഫ്ലെയിമിൽ തീയിലിട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം, നല്ലൊരു ഷാലോ ഫ്രൈ ആയിട്ട് വറുത്തെടുത്താൽ മതി. ഈ ചിലവ് കണ്ടോ, നമ്മളിങ്ങനെ ഇതിൽ നമ്മുടെ പാചകത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തിരുമ്മിയാൽ മതി കേട്ടോ. ഞാൻ ഓൺലൈനിലൊക്കെ കിടക്കുന്നതുണ്ട്, പക്ഷേ വാങ്ങിക്കണമെന്ന് അങ്ങനെ കരുതിയെങ്കിലും അത് വരുമ്പോൾ ഡാമേജ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ കടയിൽ കയറിയപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പാത്രം മേടിക്കാൻ കയറിയ സമയത്ത് വലിയ വിലയില്ല, 290 എങ്ങാണ്ട് ആയതുള്ളൂ. പല വിലയുടെ ഉണ്ടായിരുന്നു, നമ്മളിതാണ് എടുത്തത്. പക്ഷെ നല്ല സൂപ്പർ ആണ് കേട്ടോ. ഇതുവരെ ഒരു ചീത്തയാവുക അഴുക്കാവുകയൊന്നും ചെയ്തില്ല, കുറേ നാളായി മേടിച്ചിട്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുത്ത് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് ഇതെല്ലാം വഴറ്റി കഴിഞ്ഞാൽ എളുപ്പത്തിൽ വെക്കാം നമുക്ക് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചെടുക്കുക. എന്നിട്ട് ഇത് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ പറഞ്ഞില്ലേ പിരിയമുളക് പൊടി, നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കുക. പിന്നെ മല്ലിപ്പൊടിയാണ് ഏറെ ചേർത്തത്, 2-3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തായിരുന്നു, ഇറച്ചിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ തക്കാളിപ്പഴം ഇട്ട് കൊടുത്തൊന്ന് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്താൽ മതി. നമുക്ക് പെട്ടെന്ന് വെക്കാം കേട്ടോ. രാവിലത്തേക്ക് വേണ്ടി വെച്ചതാണ് നമ്മളിത്. എന്നിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് അത് തിളയ്ക്കുന്ന സമയത്തേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേവാൻ വെക്കണം. കാരണം അധികം വേവൊന്നുമില്ല, കാരണം നമ്മളിത് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണല്ലോ. അപ്പം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവുമ്പോൾ എന്തോ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിപ്പഴത്തിൻ്റെ ആ ടേസ്റ്റും, ഞാൻ നോക്കിയിട്ട് 2 തക്കാളിപ്പഴമൊക്കെ നമ്മൾ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചാണ് നമ്മളെടുത്തത്. അപ്പോൾ തക്കാളിപ്പഴത്തിൻ്റെ ആ ടേസ്റ്റും ക്യാപ്സിക്കത്തിൻ്റെ ആ ടേസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ട് പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ശരിക്കും വെച്ചത്. പക്ഷേ നമ്മളത് കഴിഞ്ഞിട്ട് ബാലൻസ് നമ്മൾ ചോറിനും കൂട്ടി നല്ല രുചിയാണ്. റൈസിൻ്റെ കൂട്ടത്തിലൊക്കെ സൂപ്പറാണ് കേട്ടോ. വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മളൊന്നും ഇതിനകത്തിൽ ആഡ് ചെയ്യുന്നില്ല. അതിലിരുന്ന് വെന്ത് കുറുകിയെടുത്തു. രാവിലെ നമുക്ക് ഇടിയപ്പമായിരുന്നു. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഒന്നെങ്കിൽ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കും, അല്ലെങ്കിൽ ഹെൽത്ത് മിക്സ് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2-3 സ്പൂൺ നമ്മൾ ചേർക്കുന്നു. വളരെ നല്ലതാണ്, നമുക്ക് ഹെൽത്തിനും കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് പിന്നെ രാവിലെ നമ്മളത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിച്ചു. രാവിലെ ബദ്രിക്കുട്ടൻ്റെ കാർട്ടൂണാണ് കേട്ടോ, ഡിസ്നിയിലുള്ള കാർട്ടൂൺ. അവൻ്റെ തന്നെ പിന്നെ കുഞ്ഞാവ സൈഡിൽ കിടപ്പുണ്ട്. അമ്മ കഴിച്ചു, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. എടുക്കുമ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കറി, എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.